വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ് വയനാട് പുൽപ്പള്ളിയും സമീപ പ്രദേശങ്ങളും. പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. വനംവകുപ്പിന്റെ തെർമൽ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം വരെയും കടുവയെത്തിയെങ്കിലും കൂടിനുള്ളിൽ കയറിയില്ല. കടുവ ഭീതിയെ തുടർന്ന് അമരക്കുനിയിൽ സ്കൂളുകൾക്ക് അവധിയാണ്. ഇന്ന് പുലർച്ചെ കടുവ ആക്രമണത്തിൽ ഒരു വളർത്തുമൃഗം കൂടി കൊല്ലപ്പെട്ടിരുന്നു. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വയനാട് ജില്ലയിൽ വീണ്ടും ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. നാട്ടുകാർ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പുലി, ഈ കടുവ വളർത്തു മൃഗങ്ങളെ കൊല്ലുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഇപ്പോൾ എങ്ങനെയാണ് വനംവകുപ്പിന്റെ പരിശോധന അവിടെ തുടരുന്നത്? ടോം, കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 3 വളർത്തുമൃഗങ്ങളെയാണ് ഇപ്പോൾ ഈ കടുവ കടിച്ചു കൊന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെയാണ് ഒരു കേശവൻ എന്നയാളുടെ തൂപ്ര സ്വദേശിയായ ആളുടെ വീട്ടിലെ ആടിനെ ഈ കടുവ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഈ വന്യജീവി ആക്രമണത്തെ തുടർന്ന് നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു. അവർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതേ തുടർന്ന് വനംവകുപ്പ് പ്രത്യേക ദൌത്യ സംഘങ്ങളെ ഇവിടേക്ക് നിയോഗിച്ചിരുന്നു. ഇന്നലെ മുതൽ ഈ ദൌത്യ സംഘങ്ങൾ 3ആയി തിരിഞ്ഞ് ഈ വിവിധ മേഖലകളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധന നടത്തുകയായിരുന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ അടക്കം നേതൃത്വത്തിലാണ് ഈ ആളുകൾ, വെറ്റിനറി സർജന്മാരടക്കം ഈ സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. 2 കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിച്ചു. കോന്നി സുരേന്ദ്രനെയും വിക്രമനെയും സ്ഥലത്തെത്തിച്ച് കാടുകൾക്കുള്ളിലും മറ്റുമൊക്കെ ഈ കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ നടത്തി വരികയുമായിരുന്നു. എന്തായാലും ഇന്നലെ ഇത്തരത്തിലുള്ള പരിശോധനകൾ പൂർണ്ണതോതിൽ വിജയം കണ്ടില്ല എങ്കിൽ പോലും ഇന്ന് ഈ കടുവയുടെ സാന്നിധ്യം തെർമൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഈ തൂപ്രയിൽ സ്ഥാപിച്ച കൂടിന് അടുത്തേക്ക് വരെ എത്തിയിരുന്നു. പക്ഷേ കേബിൾ തട്ടിയ ശേഷം ഈ കൂടിന്റെ വാതിലുകൾ അടഞ്ഞുപോയി. അതുകൊണ്ട് മാത്രമാണ് ഈ കടുവ അകത്ത് കയറാൻ കഴിയാതെ വന്നതും കടുവ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 3 ഇടങ്ങളിലാണ് ഇപ്പോൾ കൂടുകൾ സ്ഥാപിച്ച് കടുവയെ പിടിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലകളിലെ 4 സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ അധ്യയനം നടക്കുന്നില്ല. മറ്റ് പൊതുജനങ്ങളോടുമൊക്കെ ഈ പുറത്തേക്ക് കാര്യമായി ഇറങ്ങരുത് എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. കാപ്പിത്തോട്ടങ്ങളിലും കുരുമുളക് തോട്ടങ്ങളിലുമൊക്കെ വിളവെടുപ്പ് നടക്കുന്ന കാലമാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഒരുപാട് പുറത്തേക്ക് ഇറങ്ങി അവരുടെ ജോലിക്ക് മറ്റുമൊക്കെ പോകുന്ന സമയമാണ്. പക്ഷേ ഇവർക്കൊക്കെയും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു മിഷനിൽ, ഇന്നത്തെ ഒരു ദൌത്യത്തിൽ ഈ കടുവയെ പിടികൂടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത്. പ്രത്യേകിച്ചും ഇത് നമ്മുടെ വനമേഖലകളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഡാറ്റ ബേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കടുവയല്ല. ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും ഈ മേഖലകളിലേക്ക് എത്തിയ കടുവ എന്ന ഒരു നിഗമനമാണ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം വീഡിയോ ട്രാപ്പിലും മറ്റുമൊക്കെ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന ഒരു തീരുമാനം. ഏറെ പ്രായമുള്ള കടുവയാണ്. ഒപ്പം ആരോഗ്യനില അങ്ങേയറ്റം മോശമായ അവസ്ഥയിലുള്ള ഒരു കടുവയുമാണ്. അതുകൊണ്ട് മയക്കുവെടി വെക്കുക എന്നത് ഏറ്റവും അവസാനത്തെ ഒരു മാർഗം എന്ന രീതിയിൽ മാത്രമേ അവലംബിക്കാൻ കഴിയൂ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ കൂടുകളിൽ എവിടെയെങ്കിലും ഈ കൂടുകൾക്കുള്ളിലേക്ക് ഈ കടുവ കെണിയിൽ വീഴും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ആദ്യ 2 വെച്ച ഇടങ്ങളിൽ നിന്നും മാറി ഇപ്പോൾ തൂപ്ര മേഖലയിലാണ് ഏറ്റവും ഒടുവിൽ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നത്. ഇന്നലെ രാത്രി വകവരുത്തിയ ആടിന്റെ മൃതശരീരമാണ് ഇന്നും ഈ കെണിയായി ഈ 3ാമത്തെ കൂടിൽ വെക്കുകയും ആ കൂടിന്റെ ഭാഗത്തേക്ക് വീണ്ടും കടുവ വരികയുമൊക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ കടുവ ഒരു ദൃശ്യപരിധിയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഈ കടുവ ഈ കെണിക്കകത്ത് വീഴും അല്ലെങ്കിൽ ഈ കൂടിനകത്ത് വീഴും എന്നൊരു കണക്കൂട്ടിൽ തന്നെയാണുള്ളത്. എന്തായാലും വലിയ ഊർജിതമായ ഒരു തെരച്ചിൽ, വലിയ ദൌത്യ സംഘങ്ങൾ ഇതിനുവേണ്ടിയുള്ള നിരന്തരമായ ഒരു തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ടോം, അനീഷ്, കഴിഞ്ഞ വർഷം അനീഷ് തന്നെ ഈ വയനാട്ടിൽ നിന്നും മറ്റൊരു കടുവ ആക്രമണത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. അന്നൊരു പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന വീട്ടമ്മയ്ക്ക് നേരെ കടുവ ചാടി വീഴുന്ന സാഹചര്യമുണ്ടായി. ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഇതേപോലെ തന്നെ ആളുകൾ സ്വാഭാവികമായും വലിയ ആശങ്ക അവിടുത്തെ ജനങ്ങൾക്ക്, നാട്ടുകാർക്കുണ്ടാകും. ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടോ? നാട്ടുകാർക്ക് ഏതെങ്കിലും ഇതിലുള്ള ആക്ഷേപം ഈ വിഷയത്തിൽ, ഈ വന്യജീവി ആക്രമണത്തിൽ പലപ്പോഴും വലിയ പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ള നാടാണ്, സ്ഥലമാണ്
വയനാട് ജില്ലയിലെ ഈ പുൽപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളും ഈ പോലീസ് ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി തന്നെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഒരുപക്ഷെ കഴിഞ്ഞ വർഷമാവും ഏറ്റവും അധികം വന്യജീവി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് വയനാടൻ ജനതയ്ക്ക്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം. ഒപ്പം ഏത് സമയവും പതിയിരുന്ന് ആക്രമിക്കാവുന്ന കടുവയുടെയും പുലിയുടെയും കരടിയുടെയും ഒക്കെ ഭീഷണിയുടെ മുൾമുനയിൽ ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം കാടിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകൾ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം. ബേലൂർ മഖ്നയെ പോലുള്ള ആനയൊക്കെ ദിവസങ്ങളോളം പുൽപ്പള്ളി മേഖലയിലൊക്കെ ആ ഭീതി വിതച്ചത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് ദിനങ്ങൾ, ഒരുപാട് മനുഷ്യാധ്വാനമാണ് ഇവയെ കാട്ടിലേക്ക് തുരത്തുന്നതിനും പിടികൂടുന്നതിനുമൊക്കെയായി ചെലവഴിക്കേണ്ടി വന്നത് എന്ന സാഹചര്യവും വ്യക്തമാണ്. എന്തായാലും അതിനുശേഷം കുറച്ചു നാളത്തേക്ക് ഒറ്റപ്പെട്ട വന്യജീവി ആക്രമണങ്ങൾ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും ഇത്ര അധികം ഭീതി വിതച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഇതിപ്പോൾ ജനുവരി മാസം കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി മാർച്ചിലൊക്കെ എത്തുമ്പോൾ വേനൽക്കാലം അതിന്റെ കാഠിന്യത്തിലേക്ക് നീങ്ങും. ഓരോ വർഷം കഴിയുന്തോറും ചൂട് കൂടി വരുന്നതും ജലത്തിന്റെ ദൌർലഭ്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാട്ടിനുള്ളിൽ കാര്യമായി പഴങ്ങളും മറ്റ് കായ്കനികളുമൊക്കെ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം. ജലലഭ്യത അങ്ങേയറ്റം വിരളമായി വരുന്ന ഒരു സാഹചര്യമൊക്കെ കാട്ടിലുണ്ടാവും. കാട്ടിലുള്ള ജലസ്രോതസ്സുകളൊക്കെ വരണ്ടു പോകുമ്പോൾ അവയ്ക്ക് ഭക്ഷണം ലഭിക്കാതെ വരുന്നു, വെള്ളം ലഭിക്കാതെ വരുന്നു. ഇങ്ങനെയാകുമ്പോൾ കാട്ടിലെ ഈ ക്ഷാമം അതാണ് പലപ്പോഴും ഈ വന്യജീവികളെ പുറത്തേക്ക് ഇറക്കുന്നത്. ആനയും കടുവയും പുലിയും പോലുള്ള മൃഗങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യം. എന്തായാലും ഈ വർഷവും കാര്യങ്ങൾ വലിയ തോതിൽ വിഭിന്നമായി മാറാൻ കഴിയില്ല. വേനൽ കടുക്കുന്നതോടെ കൂടുതൽ ജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാവും ഉണ്ടാവുക. എന്തായാലും നമ്മളിപ്പോൾ ഈ പുൽപ്പള്ളി മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന കടുവയാണെങ്കിലും അത് ഒരുപാട് പ്രായമുള്ള, ശാരീരികമായ ഒരുപാട് അവശതകളുള്ള ഒരു മൃഗമാണ്. കാട്ടിനുള്ളിൽ വേട്ടയാടി മൃഗങ്ങളെ പിടിച്ച് അതിന് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് പലപ്പോഴും ഈ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി വളരെ എളുപ്പത്തിൽ ഭക്ഷണം ഇര തേടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കർഷകരും മറ്റുമൊക്കെ വളർത്തുന്ന മൃഗങ്ങളൊക്കെ കൂട്ടിനുള്ളിൽ കഴിയും, അല്ലെങ്കിൽ കൂട്ടിന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വലിയ ഒരു അധ്വാനമില്ലാതെ അവയ്ക്ക് ഈ കാട്ടിലെ പോലെ അതിവേഗത്തിലുള്ള വേട്ടയാടലിന് പകരം നാട്ടിൽ നിന്നും ഭക്ഷണ സാമഗ്രികൾ വളരെ എളുപ്പത്തിൽ ഇരകൾ പിടിക്കാൻ കഴിയും എന്നൊരു സാഹചര്യം ഉടലെടുക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. എന്തായാലും ഈ കടുവയാണെങ്കിൽ പോലും ഒരു ഇര പിടിക്കാനുള്ള സൗകര്യം ഈ മേഖലയിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ഈ മേഖലയിൽ നിന്നും മറ്റ് കാട്ടിനുള്ളിലേക്ക് കയറാതെ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് വരുന്ന മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഇതിനെ പിടികൂടുന്ന സമയം വരെ ഇതിന്റെ സാന്നിധ്യം ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാർക്കും അതുതന്നെയാണ് വലിയ ഒരു ആശങ്കയെ വരുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ പുൽപ്പള്ളിയിലാണ് കടുവ ഭീതി. കഴിഞ്ഞ ഇന്ന് ഈ പുലർച്ചെയും ഒരു വളർത്തുമൃഗത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. വലിയ ഭീതിയിൽ ജനങ്ങൾ കഴിയുന്നു. വനംവകുപ്പ് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായി തന്നെ നടക്കുന്നുമുണ്ട്.